ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈറ്റ് ട്രിപ്പുമായിട്ടാണ്. ചൂട് കാലത്ത് നല്ല മഴ പെയ്ത് രാത്രി നല്ലോണം തണുത്ത ആ ഒരു കാലാവസ്ഥയിലാണ് കേട്ടോ ഞങ്ങൾ രാത്രി ട്രിപ്പ് പോകുന്നത്. എന്തായാലും ഫുഡൊക്കെ കഴിക്കുക, വീട്ടിലോട്ടൊന്ന് പോയി വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരുങ്ങാട്ടിൽ കഴിഞ്ഞ് ഒരു അക്കരപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫീലുണ്ട്, നല്ല തണുപ്പ്, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ എവിടെ പോകാനും ഒരു മൂഡും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ലൊരു മഴ പെയ്തത്. അപ്പോൾ രാത്രി തന്നെ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുന്നത് നല്ലൊരു ഫീലാണല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൂരിലോട്ടാണ് പോകുന്നത്. ഏകദേശം ദൂരം എത്താനായിട്ടുണ്ട്. ദൂരം എത്തുന്നതിൻ്റെ മുന്നേ നല്ല ഇടിയൊക്കെ ഇങ്ങനെ മിന്നറിയുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കടയിലെ ഇടി മിന്നറിയുന്നത്. ഈ ദൂരം എത്തുന്ന മുന്നേ ഒരു നിസ്കാര പള്ളി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലൈറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഈ പാടം ഫുള്ള് അതിൻ്റെ ലൈറ്റ് കാണുന്നുണ്ട്. അവിടുത്തെ ലൈറ്റ് കാണുന്നുണ്ട്. ഇവിടെ എത്തിയപ്പം രാത്രിയാണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. സമയം ഇപ്പോൾ രാത്രി ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കഴിഞ്ഞ വയ്ക്കിന് വീണ്ടും ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിങ്ങനെ എന്ത് ഫുഡ് കഴിക്കണം എന്നിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. ഒരാൾക്ക് ഫലൂദ മതി, തണുപ്പത്ത് ഫലൂദ കഴിക്കാൻ നല്ല രസമാണ്. ഡ്രൈ ഫ്രൂട്ട് ഫലൂദയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരാൾ പറയുന്നു ഷവർമ വേണമെന്ന്, ഒരാൾ പറയുന്നു അൽഫാം വേണമെന്ന്. പിന്നെ അവിടെ എത്തിയേക്കിനും ഫലൂദ കഴിച്ചിട്ടോ. പിന്നെ അൽഫാമും മന്തിയും ഇതൊക്കെയായിരുന്നു കഴിച്ചത്. ഷവായിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ദൂരെ അങ്ങാടി എത്തിയിട്ടുണ്ട്. നമ്മൾ കടയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കടയിലെ മഴയൊക്കെ പെയ്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ മഴ പെയ്തിട്ട്. നമ്മൾ കടയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതിലൊരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ വീഡിയോയിൽ എടുത്തതായിരുന്നു. നമ്മൾ അതിൻ്റെ റൂമിൽ കയറിയിട്ടുണ്ട്. AC ഉള്ള റൂമിലായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത്. നല്ല മഴയത്തുനിന്ന് AC ഉള്ള റൂമൊക്കെ വന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. കുഞ്ഞുവാവൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ അൽഫാമും ഷവായും ഫലൂദയും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ആ മന്തി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞുമാവ ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് അതൊക്കെ ആകെ അലങ്കോലമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ടൊമാറ്റോ സോസ് കയ്യിൽ കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവളിങ്ങനെ രുചിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കൊടുത്തപ്പോൾ ഇത്തെടുത്തോ നോക്കുമ്പോൾ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് വെള്ളത്തിനുള്ള ഗ്ലാസ്സായിരുന്നു ഫസ്റ്റ് തന്നെ അവർ എത്തിച്ചിട്ടുള്ളത്. പിന്നെ സലാഡ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ സലാഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. സലാഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കുറേ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ എത്തിയിട്ടുള്ളത്. പക്ഷെ ഇവരെ ഫുഡ് ഉണ്ടല്ലോ ഭയങ്കര രുചിയാണ്. എപ്പോഴും ഞങ്ങൾ ഇവിടെയാണ് കഴിക്കാൻ വരുന്നത്. കുട്ടികളൊക്കെ നല്ല തണുത്ത്, ആദ്യം തന്നെ മഴയത്ത് വന്നതായതുകൊണ്ട് AC റൂമിലായതുകൊണ്ട് അവർ തണുത്ത് കോച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുന്ന് അവർ ലാസ്റ്റ് ACയുടെ റൂമിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ എണീറ്റ് പോയി.
മെന്നും പോയിട്ടോ. ഇനി പുറത്ത് നിന്നിട്ട് ഫുഡ് വന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. ഷവർമ്മ വന്നിട്ടുണ്ട്, മന്തി എത്തിയിട്ടുണ്ട്. ഷവർമ്മ അല്ല, അൽഫാം എത്തിയിട്ടുണ്ട്. പിന്നെ മന്തി. പിന്നെ മോൻ എടുത്തിട്ടുള്ളത് സവായും കുബൂസും ആയിരുന്നു. എനിക്ക് കുബൂസ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അൽഫാമിൻ്റെ ഒരു പീസും മന്തി റൈസും ആയിരുന്നു കേട്ടോ എടുത്തിട്ടുള്ളത്. അവർക്കൊക്കെ കുബൂസ് മതിയെന്ന് പറഞ്ഞിട്ട് കുബൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമായി ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ നോക്കുന്നത്. നമ്മളെ ഫലൂദ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഫലൂദ എല്ലാവർക്കും പാടെ ഒന്നാക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട് ഫലൂദയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കലങ്കോലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും പാടെ കഴിച്ച് ആ കലങ്കോലാക്കിയിട്ടുണ്ട് ഗൈസ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് നമ്മുടെ വണ്ടി താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, അതിലൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ നേരെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് എൻ്റെ വീട്ടിലോട്ടായിരുന്നു. ഇനി നമ്മളൊക്കെ ഫുഡ് കഴിച്ച് വണ്ടിക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നേരെ ഇനി പമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പമ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ എണ്ണയൊക്കെ അടിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന എൻ്റെ വീട് ഏകദേശം എൻ്റെ വീട് എത്താറായിട്ടുണ്ട്. എൻ്റെ വീട് ഐലാശ്ശേരി താണിക്കുത്ത് ഭാഗമാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ വീട്. നമ്മൾ ചേട്ടമ്പടി എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്നിട്ട് ഞാനും കുട്ടികളും അവിടെ നിന്നു. കാക്കു അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി കേട്ടോ. വീട്ടിൽ ഉമ്മ ഒറ്റക്കായിരുന്നു. ഞങ്ങളവിടെ ആക്കിയിട്ട് കാക്കു വീട്ടിൽ തന്നെ പോയി. ഞങ്ങൾ പിറ്റേന്ന് ഒരു